ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും ഇന്ന് ഞാൻ എന്താണ് കുക്ക് ചെയ്തതെന്നുള്ളതാണ് കാണിക്കുന്നത്. ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരു സ്മൂത്തി ആയിരുന്നു, അതുകൊണ്ട് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. രാവിലെ ഒരു കട്ടൻ ഇട്ട് കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെയധികം സ്ട്രഗിൾ ചെയ്ത് ഷുഗർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ദിവസവും. മധുരമില്ലാത്ത കട്ടനാണ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ സ്മൂത്തിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്തിനി ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിലൊരു സാമ്പാർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ സാമ്പാർ എപ്പോഴും ഒരേ രീതിയിലൊന്നുമല്ല വയ്ക്കുന്നത്, അപ്പോഴപ്പോഴും എന്താണോ മൂഡ് തോന്നുന്നത് ആ രീതിയിലങ്ങ് വയ്ക്കും. ചിലപ്പോൾ കുറേ സമയമെടുത്ത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ അത്ര വലിയ സമയമെടുത്ത് ചെയ്യുന്ന സാമ്പാറൊന്നുമല്ല. ഞാൻ നമ്മുടെ സാമ്പാർ പരിപ്പിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടും, നമ്മുടെ അമരക്ക ഇടും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് പരിപ്പ് വേവിക്കാൻ വയ്ക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഓൾറെഡി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ധൈര്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയത്. ഇല്ലെങ്കിൽ ഞാൻ രാവിലെ സാമ്പാർ ഉണ്ടാക്കും ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ. ഉച്ചയ്ക്ക് സാമ്പാറിന് നിൽക്കാറില്ല, രാവിലെ സാമ്പാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ രാത്രി വെക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് വെക്കാൻ കാരണം ഞാൻ ഓൾറെഡി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല, കുറച്ച് വെജിറ്റബിൾസ്. അപ്പോൾ ഇതേ പരിപ്പ് വേവിക്കാനുള്ള എല്ലാം വെച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വയ്ക്കുക. നെക്സ്റ്റ് ചോറിനുള്ള അരി ഇടുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 ഡേയ്സായിട്ട് വെള്ള അരിയാണ് വെക്കുന്നത്. ചുമന്ന അരി കഴിച്ചിട്ട് പിന്നെ വെള്ള അരി കഴിക്കാനൊരു കൊതി തോന്നിയിട്ട് ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് വെള്ള അരിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയാലും നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാനിരിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കഴിക്കാനൊന്നും കൊതിയൊന്നും തോന്നാറില്ല. പക്ഷേ അമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുമ്പോൾ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുമ്പോഴൊക്കെ ഭയങ്കര കൊതിയായിരുന്നു. ആ റെസിപ്പിയാണ് ഈ റെസിപ്പിയാണെന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വലിയ കൊതിയൊന്നും തോന്നാറില്ല. എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയൊക്കെ കഴിയുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മടുക്കും. അതിപ്പോൾ വെജ് ആയാലും നോൺ വെജ് ആയാലും എല്ലാം അങ്ങനെ തന്നെ. സെയിം ഇതുപോലെ തോന്നുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ചില ദിവസങ്ങളിൽ ഞാൻ വെണ്ടയ്ക്കയും കത്തിരിക്കയൊക്കെ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇടും. ഇന്ന് ഞാൻ കുറച്ചൊന്ന് വഴറ്റിയിട്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. പുളി ഇടേണ്ട ആവശ്യമുള്ള എന്ത് കറി ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നേരത്തെ വെള്ളത്തിലിടാൻ മറന്നു കേട്ടോ. പുളി മിക്കവാറും ഞാൻ ചെയ്യുന്നത് പെട്ടെന്ന് ഓർക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ അങ്ങ് ഇടുകയാണ്, അപ്പോൾ വേഗം അലിഞ്ഞ് വരുമല്ലോ. എപ്പോൾ കറി ഉണ്ടാക്കിയാലും അതെ, ഞാൻ പെട്ടെന്ന് ആ സമയം പുളി ഇടേണ്ട സമയത്തായിരിക്കും ഞാൻ ഓർക്കുന്നത്. പരിപ്പൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ട് ഞാനെല്ലാം മിക്സ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ആ കുക്കറിൽ തന്നെ ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കുക്ക് ചെയ്യാൻ വെച്ചു. ഞാൻ കുറച്ചധികം കത്തിരിക്കയും വെണ്ടയ്ക്കയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ടും കൂടി, അതായത് മെഴുക്ക് വരട്ടിക്കും സാമ്പാറിനും സെയിം ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അതായത് മെഴുക്ക് വരട്ടിക്ക് നമ്മളെന്തായാലും വഴട്ടുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ പാകമാകുമ്പോൾ സാമ്പാറിലേക്കും കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറും ആയി മെഴുക്ക് വരട്ടിയായി. ഇന്നത്തെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത എന്താ കൂടെ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കുക്ക് ചെയ്യാൻ വെച്ച പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ഒരു രീതിയിലാണ് സാമ്പാർ വയ്ക്കുന്നത്. പച്ചക്കറി ഒക്കെ ഇട്ട് കുറച്ച് ഉപ്പിട്ട് പുളി ഒഴിച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ പരിപ്പ് അമരക്കയും എല്ലാം മിക്സ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് മിക്സ് ചെയ്തു. ആ ഒരു വെജിറ്റബിൾ വെന്ത് വന്നതിന് കൂടെ അതിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാൻ അത് തിളച്ചിട്ടാണ് അതിലാണ് പൊടികളൊക്കെ ഇടാൻ പോകുന്നത്. കൂടെ ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ കത്തിരിക്കയും വെണ്ടയ്ക്കയും കൂടി അതിലോട്ട് ആഡ് ചെയ്യും. എനിക്ക് പണ്ട് മുതലേ തോരൻ വയ്ക്കുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടം മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോഴും കഴിക്കുന്നത് കൂടുതലും. നമ്മുടെ പരിപ്പും പച്ചക്കറിയും എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനം നമ്മുടെ സാമ്പാർ പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയപ്പോൾ ഞാൻ അതിൽ നിന്ന് കത്തിരിക്കയും വെണ്ടയ്ക്കയും കൂടെ അതിലിട്ട് മിക്സ് ചെയ്തു. ഇനി ഉപ്പ് നോക്കൽ ചടങ്ങ്. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ശോകമായിട്ടുള്ള പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. ആക്ച്വലി ഞാൻ ശോകത്തിലല്ല, എന്താണെന്നറിയില്ല. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ സംസാരം വരുന്നുള്ളൂ. സാധാരണ ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആക്റ്റീവായിട്ടാണ് സംസാരിക്കാറ്. എന്നോട് എല്ലാവരും പറഞ്ഞു കേട്ടോ, എൻ്റെ വീട്ടുകാരും എൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും പറഞ്ഞു ഭയങ്കര മൂകമായിട്ടാണ് ഞാൻ, ഭയങ്കര സങ്കടമായിട്ട് സംസാരിക്കണ പോലെ തോന്നുന്നു. അങ്ങനെ കേട്ടിട്ട് ഞാൻ എൻ്റെ വോയിസിന് കുറച്ച് സ്പീഡ് കൊടുത്തപ്പോൾ ഞാൻ ഭയങ്കര അഹങ്കാരിയായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒറിജിനൽ സ്പീഡിൽ തന്നെ സംസാരിക്കുകയാണ്. ഒറിജിനൽ സ്പീഡിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ സാമ്പാറിന് ഏറ്റവും ടേസ്റ്റ് കൂടുന്ന ലാസ്റ്റത്തെ ആ ഒരു സംഭവം ഇട്ടില്ലെങ്കിൽ പിന്നെ സാമ്പാർ അത്രയും ഉണ്ടാക്കിയത് വേസ്റ്റായി പോകും. എനിക്കങ്ങനെയാണ് തോന്നാറ്. അപ്പോൾ ലാസ്റ്റത്തെ ഈ കടുക് വറുക്കൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാമ്പാറേ എല്ലാം തോന്നും. അപ്പോൾ ലാസ്റ്റ് കുറച്ച് കടുകും വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് താളിച്ചു. അങ്ങനെ സാമ്പാർ റെഡി. അടുത്ത ഐറ്റം ഇതാണ് കേട്ടോ, ഉണക്കമീൻ. ഇതിൻ്റെ കൂടെ നമ്മുടെ സാമ്പാറിൻ്റെയും മെഴുക്ക് പുരട്ടിയുടെയും കൂടെ ഈ ഉണക്കമീൻ ഫ്രൈയും കൂടെ ആണെങ്കിൽ അടിപൊളിയാണ്. അങ്ങനെ അതും കൂടെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. ഈ കോംബോയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കറിവേപ്പില ഇല്ലാതെ എനിക്കൊരാഘോഷമില്ല. എന്ത് ഫ്രൈ ചെയ്താലും കറിവേപ്പില മസ്റ്റാണ് എനിക്ക്. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ അതൊന്ന് വേറെ തന്നെയല്ലേ. പിന്നെ ഇത്ര അഹങ്കാരത്തോടെ ഞാൻ കറിവേപ്പില ഇടുന്നത് വേറെ ഒന്നല്ല, ഇവിടെ കറിവേപ്പിലയുടെ മരമുണ്ട്. അപ്പം എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഓടിപ്പോയി കറിവേപ്പില പൊട്ടിക്കും, കൊണ്ടുവന്നിടും. അപ്പം ഫ്രൈ ഒക്കെ ആയ ശേഷം കുറച്ച് നല്ല സവാള അരിഞ്ഞ് അതിലിട്ടു. ലാസ്റ്റ് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടു. നല്ല ഫ്ലേവറായിരിക്കും പച്ചമുളക് ലാസ്റ്റ് ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ. അങ്ങനെ ഇനി നമുക്ക് ചോറ് കഴിക്കാൻ പോവാം. ചോറും സാമ്പാറും മെഴുക്ക് പുരട്ടിയും നമ്മുടെ ഉണക്കമീൻ ഫ്രൈയും ആഹാ സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്കത്തെല്ലാം കഴിച്ച് കുറേ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അടുത്തൊരു ഐറ്റമായിട്ട് നമ്മുടെ ഈവനിങ് സ്നാക്കുമായിട്ട് വന്നിരിക്കുകയാണ്. വേറെ നല്ല നമ്മുടെ പഴംപൊരി. ഇവിടെ കുറച്ച് ഏത്തമ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയാണ്, എന്നാലും എനിക്ക് പഴംപൊരി കഴിക്കാൻ തോന്നിയപ്പോൾ കുറച്ച് ഏത്തമ്പഴം വാങ്ങി. അങ്ങനെ ഞാൻ ബാറ്റർ മിക്സ് ചെയ്യണം ഇങ്ങനെ കേട്ടോ. കുറച്ച് മൈദ, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് സോഡാപ്പൊടി. ഇത്രയാണ് ഞാൻ പഴംപൊരിക്ക് മിക്സ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണോ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ചിലർ ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടി ഇടും. എനിക്ക് പക്ഷേ ആ ക്രിസ്പിനെസ് ഇഷ്ടമല്ല. എനിക്ക് നല്ല മൈദമാവ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ഇങ്ങനെ ബൊമ്മ പോലെ ഇരിക്കണ വാഴയ്ക്കപ്പമാണ് എനിക്കിഷ്ടം. ഞങ്ങളിവിടെ വാഴയ്ക്കപ്പം എന്നും പറയാറുണ്ട് കേട്ടോ. പഴംപൊരി എന്നും പറയാറുണ്ട്, വാഴയ്ക്കപ്പം എന്നും പറയാറുണ്ട്. കൂടുതലും വാഴയ്ക്കപ്പം എന്നാണ് പറയാറ്. അങ്ങനെ ചെറിയൊരു കളർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സോഡാപ്പൊടി ഒന്ന് ഇച്ചിരി കൂടിപ്പോയാൽ ഇച്ചിരി കളർ വരും. പക്ഷേ ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തപ്പം കളറൊന്നുമില്ല. ആ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റോസ് കളർ വന്നാൽ ആരും പേടിക്കേണ്ട, അത് സോഡാപ്പൊടിയുടെയാണ്. അങ്ങനെയെല്ലാം നല്ല ഫ്രൈ ചെയ്ത് നല്ല ബൊമ്മക്കുട്ടി പഴംപൊരിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നമ്മുടെ എണ്ണപ്പലഹാരത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഈ പഴംപൊരിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ വരുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനം ഉള്ളിവടയാണ്. അങ്ങനെ പഴംപൊരിയും കട്ടനും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ.